ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോയിൽ നമ്മൾ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ മണി പ്ലാന്റ്സ് പോലത്തെ കുറച്ച് പ്ലാന്റ്സ് ആണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഇൻഡോർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്ലാന്റ് നമ്മളുടെ മഞ്ജുള പോത്തൂസ് ആണ് കേട്ടോ. മഞ്ജുള പോത്തൂസിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണ് ഈ കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു 3 ലീഫ് 4 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ. ഇതാണ് മഞ്ജുള പോത്തൂസിൻ്റെ കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് കേട്ടോ. ലീഫ് ഇങ്ങനെയുള്ള ലീവ്സും ഉണ്ട്, അതല്ലാതെ ഇതുപോലുള്ള ലീവ്സും ഉണ്ട്. കണ്ണിന് ചിലർക്ക് മാർബിൾ പോത്തൂസായിട്ട് തോന്നാറുണ്ട്, പക്ഷേ ഇത് മഞ്ജുള പോത്തൂസ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ച് ക്ലിയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. പിന്നെ മഞ്ജുള പോത്തൂസിന് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇതിൻ്റെ ഷെയ്ഡ് പോയി തുടങ്ങിയ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ഇതിന് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പോയ ഷെയ്ഡ് നമ്മൾ ഷെയ്ഡൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കളർ കിട്ടാറുണ്ട്. പക്ഷെ നമ്മളുടെ കയ്യിൽ ഇങ്ങനത്തെ കുറേ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് നമ്മളതും ഇതിനിടയ്ക്ക് സെയിൽ ഇടാറുണ്ട്. അതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണ് പറഞ്ഞത്. മിക്കതിനകത്തും ഇതുപോലെ സൈഡിലൊരു ഷെയ്ഡ് കളർ ചേഞ്ച് കാണാൻ പറ്റും. ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇതാണ് മഞ്ജുള പോത്തൂസിൻ്റെ ഇത് മാറിപ്പോയതിൻ്റെ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 15 രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷേപ്പ് ഇതുപോലെയാണ്, നല്ല ഹാർട്ട് ഷേപ്പിലെ ലീവ്സാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ ചേഞ്ചസും ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അടുത്തത് നമ്മളുടെ മാർബിൾ പോത്തൂസാണ്. മാർബിൾ പോത്തൂസ് നമ്മൾ കൊടുക്കുന്നത് 25 രൂപയ്ക്കാണ് കേട്ടോ. ഇതാണ് മാർബിൾ പോത്തൂസ് വരുന്നത്. മാർബിൾ പോത്തൂസിൻ്റെ ഇതുപോലെ സൈഡിലൊക്കെ ഇതുപോലെ കുറച്ച് നല്ല ഷെയ്ഡൊക്കെ കാണാം. എങ്കിലും ശരിക്കുള്ള മാർബിൾ പോത്തൂസിൻ്റെ ഷെയ്ഡ് ഇതാണ് കേട്ടോ. മഞ്ജുള പോത്തൂസും മാർബിൾ പോത്തൂസും ഞാൻ നേരത്തെ കാണിച്ച ലീഫ് തമ്മിൽ മാറിപ്പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഇതിനകത്ത് കുത്തി വെച്ചേക്കണ കാരണം പലർക്കും കൺഫ്യൂഷൻ തോന്നാം. ഇതുണ്ടോ, ഇത് മാർബിൾ പോത്തൂസ് തന്നെയാണ് കേട്ടോ. ഇത് ഓരോ നമ്മൾ ഷെയ്ഡിനനുസരിച്ചും ഓരോ ലീഫിനും വ്യത്യാസം ഉണ്ടല്ലോ. അതെ, മിക്ക പൊട്ടിലും ഇതുപോലെ നിറച്ച് കുത്തിയേക്കണ കാരണം സിംഗിൾ പ്ലാന്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതും ഒരു 4 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കണത്. എങ്ങനെ 4 ലീഫ് സ്റ്റേജാണ് കേട്ടോ പ്ലാന്റിന് വരുന്നത്. ഞാൻ മിക്കപ്പോഴും ലീഫ് സ്റ്റേജൊക്കെ എടുത്ത് പറയാറുണ്ട്. ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരാറുള്ള പ്ലാന്റ്സ്. സൈസ് കൃത്യമായിട്ട് കാണുക കേട്ടോ. പോത്തൂസിൻ്റെ എല്ലാ വെറൈറ്റീസിൻ്റെ സൈസ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാറുണ്ട്. ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ നിയോൺ പോത്തൂസാണ് കേട്ടോ. നിയോൺ പോത്തൂസ് ഇതാണ് നിയോൺ പോത്തൂസ് വരുന്നത്. നല്ല ലൈറ്റ് ഫ്ലൂറസെൻ്റ് യെല്ലോ കളറായിരിക്കും കേട്ടോ. പിന്നെ ഇത് കൂടാതെ നമ്മൾ നല്ല ഒരു ഡാർക്ക് ഷെയ്ഡ് ഭയങ്കര ഡാർക്കുള്ള സ്ഥലത്താണ് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കളറൊന്ന് കടുത്ത് കുറച്ചുകൂടി ഡാർക്ക് കളറിലെ ഒരു ഗ്രീൻ ആവാറുണ്ട്. അങ്ങനെ കാണുമ്പോൾ പലർക്കും ഡൗട്ട് തോന്നും, ഈ പോത്തൂസ് തന്നെയാണോ. നമ്മുടെ കളർ ചേഞ്ചിൻ്റെയാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ സാറ്റിൻ പോത്തൂസാണ്. സാറ്റിൻ പോത്തൂസിൻ്റെ ഇതാണ് കേട്ടോ സാറ്റിൻ പോത്തൂസ്. നമ്മളുടെ കയ്യിൽ കുറേ പ്ലാന്റ്സ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഒരു 2 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് ഞാൻ കാണിച്ചത് ഇതാണ് കൊടുക്കുന്നതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത്. 2 ലീഫ് സ്റ്റേജുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത്. നല്ലൊരു പോത്തൂസ് വെറൈറ്റിയാണ് കേട്ടോ. ഹാങ് ചെയ്തിടാനായാലും ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനും നമുക്ക് വെരിഗേഷൻസ് ഒന്നും പോകത്തില്ല എന്ന് വിശ്വസിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റിയാണിത് പോത്തൂസിൻ്റെ. ഇനി അടുത്തായിട്ടുള്ളത് നമ്മളുടെ മിക്ക സ്ഥലത്തും കാണും നമ്മളുടെ ഗോൾഡൻ പോത്തൂസാണ് കേട്ടോ. പലർക്കും മാറിപ്പോവാറുണ്ട്. ഇതിന് നമ്മുടെ നിയോൺ പോത്തൂസിനെയാണ് പലരും ഗോൾഡൻ പോത്തൂസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞു തന്നത്. ഇതാണ് ഗോൾഡൻ പോത്തൂസ് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മൾ റൂട്ടഡും കൊടുക്കുന്നുണ്ട്, കട്ടിങ് കൊടുക്കുന്നുണ്ട്. റൂട്ടഡ് 10 രൂപയ്ക്കും കട്ടിങ് 5 രൂപയ്ക്കുമാണ് കേട്ടോ കൊടുക്കുന്നത്. അടുത്തത് നമ്മളുടെ മോൺസ്ട്ര പെറുവിൻ്റെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓർഡർ പോകുന്നത് പോത്തൂസ് വെറൈറ്റീസും പിന്നെ ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ കൂടെ അതങ്ങ് ഞാൻ ആഡ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റും ഈ സെയിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ഈ സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. ഒരു 3 ലീഫ് 2 ലീഫ് സ്റ്റേജ് തന്നെയാണ്. ഇതിനു മുമ്പൊക്കെ ഞാൻ സൈസ് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് 55 രൂപയ്ക്കാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ മോൺസ്റ്റർ അഡൻസോണിയുടെ പ്ലാന്റാണ് കേട്ടോ. ഒരു 2 ലീഫ് 3 ലീഫ് സ്റ്റേജ് വരുന്ന പ്ലാന്റൊക്കെയാണ് കൊടുക്കുന്നത്. നല്ല ഇതുപോലുള്ള ഇതൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറേ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വെറും 15 രൂപയ്ക്കാണ് കേട്ടോ. വെറും 15 രൂപയ്ക്കാണ് ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ പ്ലാന്റ്സ് എപ്പോഴും നമ്മളുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്.
അപ്രോക്സിമേറ്റ് സൈസും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലാന്റിൻ്റെയാണ് ഇങ്ങനെ കാണിച്ചത്. ചിലതിൻ്റെ ലീഫ് ചെറുതായിരിക്കും. അത് നമ്മൾ ഇത് ഞാൻ വേറൊരെണ്ണത്തിൽ ഇടുന്നത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് തന്നത് പ്രൊപ്പഗേഷന് വേണ്ടി കുത്തിയെന്നുള്ളൂ. വേര് വന്നു നമ്മൾ വേറെ കൊടുക്കും. പക്ഷേ ചിലത് കവറിനകത്ത് തന്നെ ഇരുന്ന് വേര് വരുമ്പോൾ ഇത്രയും വലിയ ലീഫായിരിക്കില്ല, ലീഫ് ചെറുതായിരിക്കും. അടുത്തത് നമ്മളുടെ എൻജോയ് പോത്തൂസാണ് കേട്ടോ. എൻജോയ് പോത്തൂസിൻ്റെ ഇത് കണ്ടോ, ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇതും 4 ലീഫ് 5 ലീഫ് സ്റ്റേജൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത്. ഇതും 15 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എൻജോയ് പോത്തൂസ് നമ്മളുടെ മഞ്ജുള പോത്തൂസ് തമ്മിലുള്ള ഡിഫറൻസൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇതുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ജെയ്ഡ് പോത്തൂസാണ്. ജെയ്ഡ് പോത്തൂസാണ് നമ്മളുടെ പ്യുവർ ഗ്രീൻ കളറ്, നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള പോത്തൂസ് വെറൈറ്റിയാണ് ജെയ്ഡ് പോത്തൂസ്. ജെയ്ഡ് പോത്തൂസ് നമ്മൾ കൊടുക്കുന്നത് 15 രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ. ജെയ്ഡ് പോത്തൂസിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ന്യൂൺ പോത്തൂസും ജെയ്ഡും കൂടി മിക്സ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടിരിക്കും. ഞാൻ ടവർ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ള ജെയ്ഡ് പോത്തൂസാണ് കേട്ടോ. അടുത്തത് നമ്മളുടെ ഇതാണ് ബ്രസീൽ ഫിലോഡെൻഡ്രോൺ ആണ്. ഇപ്പോൾ ഇത് ആഡ് ചെയ്യാൻ കാരണം ചില ആൾക്കാർ ഇത് പോത്തൂസായിട്ട് വിചാരിക്കാറുണ്ട്. ഞാനും പണ്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോസിലൊക്കെ ഞാനിത് പോത്തൂസായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് ഫിലോഡെൻഡ്രോൺ ആണെന്ന്. അപ്പോൾ എന്തായാലും കുറേ പേര് അങ്ങനെ ഇതും ആ കൂട്ടത്തിൽ ചോദിക്കാറുകൊണ്ടാണ് ഇത് ഈ കൂട്ടത്തിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. 20 രൂപയ്ക്കാണ് കേട്ടോ ഈ ബ്രസീൽ ഫിലോഡെൻഡ്രോൺ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രീൻ കളറായിട്ടുള്ള വെറൈറ്റീസും നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു ഹാർട്ട് ഷേപ്ഡ് ലീവ്സ് ആയിട്ടുള്ളത് ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് ടിപ്പ് പോയിൻറ്റഡ് ആണ്. ഹാർട്ട് ലീഫിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് പോലെ ഇരിക്കും. അതിൻ്റെ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് നമ്മളുടെ കയ്യിൽ പ്രിപ്പറേഷൻ വെച്ചത് റെഡിയായി വരുന്നേ ഉള്ളൂ. പലരും ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വെറും 10 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ സെയിൽ വീഡിയോയിലുള്ളത്. അപ്പോൾ ആവശ്യമുള്ളത് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.